ചിക്കനും മീനൊന്നുമില്ലെങ്കിൽ ചോറിനകത്തോരാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക് കേട്ടോ. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കൂടി ഓപ്ഷനിലാണ്. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന നമ്മുടെ സോയാബീൻ ഇതിലെ മെയിൻ താരം. ആ സോയാബീൻ എടുത്തു അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മണം തന്നെ മാറ്റിയെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളകും തക്കാളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് നമ്മളത് നന്നായിട്ടൊരു അതിൻ്റെ കളർ മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പാകത്തിന് കേട്ടോ. ചിക്കൻ മസാലപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊരു വെള്ളം ലേശം, നമ്മൾ കൂടുതൽ ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെൽ മിക്സ്ഡ് തന്നെ. ഇതെന്തായാലും കുട്ടികൾക്കും ആയാലും വലിയവർക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി സോയാബീൻ റോസ്റ്റാണ് കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ശേഷം നമുക്ക് തുറന്ന് നോക്കി നല്ല അടിപൊളി സോയാബീൻ റോസ്റ്റ് റെഡിയാവും കേട്ടോ.